ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്നൊരു കേക്ക് ഓർഡർ വന്നപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ. പെട്ടെന്നൊരു കേക്ക് ഓർഡർ വന്നാൽ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല. സാധാരണ നിലയിൽ ഞാനത് വേഗം കേക്ക് ഉണ്ടാക്കിയിട്ട് അത് എത്രയും നല്ല നിലയിൽ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു കേക്കിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നോർമൽ 1 kg കേക്കാണ് ഓർഡർ വന്നതെങ്കിലും കൂടി അവർക്കത് കേക്ക് കുറച്ച് വലുപ്പം തോന്നിക്കണം, അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഓർഡർ വരുന്നത് കാലത്ത് 9 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം അന്ന് കേക്ക് ഓർഡർ ഇല്ലാത്ത കാരണം തന്നെ നല്ല ലേറ്റായിട്ട് ഒരു 8:30 മണിക്കാണ് ഞാൻ കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് വേഗം അങ്ങ് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോയി. പെട്ടെന്നൊരു കേക്ക് ഓർഡർ വന്നാൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഫ്രീസറിലിരിക്കുന്ന ക്രീമിനെ പുറത്ത് വെക്കുക, എന്നിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണേ. നമുക്കപ്പോൾ പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഫുൾ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് ബീറ്റ് ആവട്ടെ. ആ ഒരു ടൈമിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മൈദ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ നന്നായിട്ട് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ബീറ്റർ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ 8 ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. പക്ഷേ ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ പാന് 1.5 kg കേക്കിൻ്റെ ആ ഒരു പാനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പം ഇതൊരു 2 ലെയർ ആയിട്ടാവും നമുക്ക് കേക്ക് കിട്ടുക. നമ്മൾ സാധാരണ 1 kg ചെയ്യുമ്പം ഹൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 3 ലെയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു 2 ലെയർ ആയിട്ടും ആയിരിക്കും കിട്ടുക എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കേക്ക് അത്യാവശ്യം വട്ടത്തിൽ വേണമെന്നുണ്ടാകും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാട്ടോ ഞാൻ ഫസ്റ്റ് എടുത്തതാണ് 8 ഇഞ്ചിൻ്റെ പാന്. അപ്പോൾ ഇത് 9 ഇഞ്ചിൻ്റെ നമ്മൾ 1.5 kg ചെയ്യുന്നതിൻ്റെയാണ് പാനിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു 1 kgയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബാറ്റർ മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ചിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു 30 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കണ ആ ഒരു അരമണിക്കൂറുണ്ടല്ലോ, അപ്പോഴേക്കും നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും റെഡിയാക്കി വെക്കണം. അങ്ങനത്തെ 30 മിനിറ്റിന് ശേഷം നമ്മൾ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ തുടങ്ങുന്ന ടൈമിലൊക്കെ നല്ല ചൂടുണ്ട്. ഈ ഒരു ചൂടോടൊക്കെ നമ്മൾ ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് ആറി കിട്ടും, തണുത്ത് കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ക്രീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ഫാൻ ഇട്ട് വെച്ചിട്ട് വേഗം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് വേണം ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കരുതി ഇതൊരു 2 ലെയറൊക്കെ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത് ഹൈറ്റ് വന്ന് നോക്കുമ്പം ഏകദേശം നമ്മൾ 1 kgയുടെ ആ ഒരു ഇതിൽ തന്നെ നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുന്ന അതേ ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു 3 ലെയറിനായിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അവസാനം ഇത് എത്ര വെയിറ്റ് വരും എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചൂടോടുക്ക് തന്നെയാണ് കട്ട് ചെയ്യണത്. കൈ അത്യാവശ്യം ചൂടെടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ആ കേക്ക് ബോർഡിൽ നിന്ന് എടുക്കുമ്പോൾ ആ കേക്കിൻ്റെ ബോർഡുമിൽ ആവി കാണുമ്പോൾ മനസ്സിലാവും ഇത് ചൂടോടുക്ക് തന്നെ കട്ട് ചെയ്തെടുത്താണെന്ന്. 2 kgയുടെ കേക്ക് ബോർഡുമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ 1 kgയുടെ കേക്ക് ആണെങ്കിലും നമ്മൾ 1.5 kgയുടെ ടിന്നിലാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കേക്ക് ബോർഡിൽ നമ്മളെ കേക്ക് കൊള്ളില്ല എന്നല്ല, കറക്റ്റ് അളവിലായിരിക്കും നമ്മൾക്ക് ആ ഒരു കേക്ക് കിട്ടുക. നമ്മൾ കേക്ക്
ഐസിങ് ചെയ്ത് കഴിഞ്ഞ ടൈമിൽ പിന്നെ നമുക്ക് കേക്ക് ബോർഡുമെന്ന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2 kg ബോർഡ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ താഴത്തെ ലെയർ എടുക്കുമ്പോൾ കണ്ടോ നല്ല താഴെ ആവി വന്നിട്ടുണ്ടോ. അപ്പോൾ അത്രയും ചൂടോടെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ 1 kg കൊടുക്കുന്ന കേക്കിൻ്റെ ബോർഡ്. അതിന്മേൽ നമ്മൾ കേക്ക് ക്രീം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 kg ബോർഡ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോർമൽ ഐസിങ് ചെയ്യണ പോലെ തന്നെ ഞാൻ ക്രീമെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു, ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്തു, നന്നായിട്ട് ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ആണ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ഡിസൈനാണ് അവർക്ക് വേണ്ടത്. നോർമൽ കേക്കാണ് കേട്ടോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആനിവേഴ്സറിക്കാണ് എങ്കിൽ കൂടി നോർമൽ വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ ചെറിയും അതുപോലെ തന്നെ പിന്നെ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറമേക്ക് ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് ലുക്ക് അറിയാലോ, ആ ഒരു. അപ്പോൾ അധികം കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ, പിന്നെ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് ഒരു ഡെക്കറേഷനും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലായിട്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയത്. അപ്പോഴാണ് ഈ ഒരു ടൈം എത്തിയപ്പോഴേക്കും എനിക്ക് നെക്സ്റ്റ് കേക്ക് ഓർഡർ സെയിം ഒരു ടൈമിൽ ഒരു 4 മണി, ഇത് 3 മണിക്ക് കൊടുക്കേണ്ട കേക്കാണ്, ഒരു 4 മണിക്ക് വീണ്ടും ഒരു കേക്ക് ഓർഡർ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ക്രം കോട്ട് വരെ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇന്ന് വേഗം അടുത്ത കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടോ. അത് ബേക്ക് ചെയ്യണ വരുന്ന ടൈം കൊണ്ട് നമുക്കിത് പിന്നെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഫുൾ ക്രീം ചെയ്ത് കൊടുത്തു. എന്നിട്ട് സൈഡിലൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഞാൻ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കളറിൽ ജസ്റ്റ് റോസറ്റ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഇത്തിരി തണുക്കാനുള്ളൊരു സമയമെങ്കിലും ഉണ്ടായിരുന്നു. അടുത്ത ഓർഡർ വന്നിട്ടുള്ളത് ഞാൻ ചെയ്തെടുക്കുമ്പോഴത്തേനും ഒരു 2 മണി ആയിട്ടുണ്ട്. കേക്ക് ബേക്കായി കിട്ടി. പിന്നെ അത് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അതൊരു 4 മണിയാകുമ്പോഴേക്കും കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അതൊരു ഓറഞ്ച് കേക്കായിരുന്നു, 1.5 kg ഓറഞ്ച് കേക്ക്. അവർ ഫ്ലേവർ ഒന്നും പറഞ്ഞിട്ടില്ല. 1.5 kg ഒരു നല്ല കേക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് കയ്യിലുള്ള ഐറ്റംസൊക്കെ ഓറഞ്ച് കേക്ക് ഉണ്ടായിരുന്നു, ഓറഞ്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡിയാക്കി എടുത്തു. ഇങ്ങനെയാണ് ചില സമയത്ത് പെട്ടെന്ന് നമ്മൾക്ക് നേരത്തെ തന്നെ ഓർഡറൊന്നും പറഞ്ഞു വെക്കണതാവില്ല. പെട്ടെന്ന് വരുമ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാറാണ്. അതിൻ്റെ ഇടയിൽ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെയും പോകും. ചിലപ്പം വീട്ടിൽ മീൻ നമ്മളൊക്കെ തലേ ദിവസമൊക്കെ വാങ്ങി വെക്കണമല്ലേ, അപ്പോൾ കറി വെച്ചത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് കായം വരട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിരിക്കും, ചിലപ്പം ബുദ്ധിമുട്ടും ആയിരിക്കും. എങ്കിലും ഓർഡറൊന്നും വന്നാൽ നമ്മളങ്ങനെ അത് വിട്ട് കളയാറില്ല കേട്ടോ. നമ്മളെ പാഷൻ അതാണ്, നമ്മളെ ജോബ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ട് കളയാറില്ല. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് എത്ര വെയിറ്റ് വരും എന്നുള്ളത് എനിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 kg വരെയുള്ള വെയിറ്റ് മെഷീനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിമേലൊന്ന് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ 1 kg കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ കൂടി അത്ര വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് കയറി പോയിട്ടുള്ളൂ, എങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1 kg ചെയ്താലും നമുക്ക് ഇത്രയൊക്കെ വെയിറ്റ് കിട്ടാറൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെ ചെയ്താലും ഇത്തിരി വെയിറ്റ് കൂടുതലായിരിക്കും നമ്മളെ ഹോം ബേക്കേഴ്സിൻ്റെ കേക്കൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കേക്ക് വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അതിന് മുന്നായിട്ട് നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സ് കുറച്ച് 2 ആൾ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ സെയിം ഒരു മോഡൽ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഏത് നോസിലൊക്കെയാണ് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ നമ്മൾ പഴയ ഒരു സ്പൈഡർമാൻ്റെ ഒരു തീം കേക്ക് അതുപോലെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുബഷിറ മലപ്പുറം. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ചെക്ക് ചെയ്തു. നല്ല അടിപൊളി കേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുണ്ടാക്കിയ കേക്കിൻ്റെ പിക്ചേഴ്സ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ സെൻഡ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.